എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇന്നലെ കിടന്നുറങ്ങിയ സെയിം ലൊക്കേഷനിൽ ഇതാ ടെൻ്റ് അടിച്ച് ഇന്നലെ രാത്രി ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം അവസാനിച്ചത് ഇവിടെയാണ്. ഇവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. ടെൻറ്റും കാര്യങ്ങളും ഇവിടെ അടിച്ചിട്ടുണ്ട്. സൈക്കിൾ ഞാൻ അങ്ങോട്ടേക്ക് നീക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സൈക്കിള് ഇവിടെ ഫ്രണ്ടിൻ്റെ എയറിന് ചെറിയൊരു ലീക്കിംഗ് ഉണ്ട്. ഇന്നലെ അടിച്ച് വെച്ചതാണ്. ഇന്നലെ ഫുള്ളായിട്ട് അടിച്ച് വെച്ചാൽ ഭയങ്കര ടയർ തന്നെ ലീക്ക് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എന്തോ ചെറിയൊരു പിസർ എവിടെയോ കയറിയിരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ബാക്കിൽ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല, എയർ ഫുള്ളാണ്. പക്ഷേ ഫ്രണ്ടിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. സോ ഇന്ന് കരുതുന്നത് ഇന്നലെയും ഇന്നായിട്ട് ഇന്നലെ 100 കിലോമീറ്റർ എന്തായാലും ആയിട്ടുണ്ട് ഇന്നലെ. അതിനെക്കാട്ടും മുന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ 120 കിലോമീറ്റർ ആയെന്ന് പ്രതീക്ഷിച്ച് റൈഡ് ചെയ്താൽ പക്ഷേ 75 കിലോമീറ്റർ അവിടെ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു 100, 175, 180 കിലോമീറ്റർ 2 ദിവസം കൊണ്ട് ആയി. 180, 200 താഴെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കരുതുന്നത് 2 ദിവസമായി ഒന്ന് വെള്ളമൊഴിച്ച് കുളിച്ചിട്ട് ഫുള്ള് രാത്രി വെറ്റ് വൈപ്പാണ്. വെറ്റ് വൈപ്പ് വെച്ച് തുടച്ചെടുക്കാനാണ്. കുളിക്കാനുള്ള സൗകര്യം അങ്ങനെ കുറേ ചില ഇത് പമ്പിലൊക്കെ ഭയങ്കര മോശമാട്ടോ. അപ്പോൾ അതുകൊണ്ട് കുളിയില്ല. മെയിനായിട്ട് കൈയും കാലും മുഖം കഴുകും, തല വാഷ് ചെയ്യും നല്ലോണം, ഷാമ്പു വാഷ് ചെയ്യും, അങ്ങനെയൊക്കെ അതുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ആക്ച്വലി ഞാൻ ആലോചിക്കുന്നത് നല്ലൊരു ദാബ കിട്ടുകയാണെങ്കിൽ അവിടെ പോയിട്ടൊന്ന് ഫ്രഷ് ആവാം. അതുപോലെ തന്നെ നമ്മുടെ സൈക്കിളിൻ്റെ സ്പെയർ ട്യൂബ് നമ്മുടെ കയ്യിലുണ്ട്, ആ ട്യൂബ് മാറ്റിയിടാം. അങ്ങനെ കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് കുറച്ച് കിലോമീറ്റർ ആയാലും കുഴപ്പമില്ല. ഇവിടെ വലിയൊരു ടൗൺ ഉണ്ട്, വിജയപൂരെന്നോ വിജയ്പൂരെന്നോ പറയും. പ്രൊനൗൺസിയേഷൻ കൃത്യമായിട്ട് അറിയില്ല, ഓരോരുത്തർ ഇങ്ങനെയാണ് പറയാറ്. വിജയ്പൂര എന്ന് പറയുന്നത് വിജയപൂർ എന്നും പറയുന്നുണ്ട്. ഏകദേശം ഒരു ബോർഡറാണ്. നമ്മുടെ ഒരു ബോർഡർ സെക്ഷൻ എത്തി, കർണാടകയുടെ ബോർഡർ എത്തിയിട്ടാണ്. സോ അതാണ് ഇന്നത്തെ പ്ലാൻ. എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കാമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്താ ഇപ്പോൾ പമ്പും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പമ്പ് എയർ അടിച്ചിട്ട് ഇവിടെ നിന്ന് വിടും. കാരണം കാലത്ത് അടിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും ആണ് എയർ പോണത് കേട്ടോ. അപ്പോൾ സമയമുണ്ട്, നമുക്ക് അത്ര സീനില്ല, പ്രശ്നമില്ല. കാരണം 800 കിലോമീറ്റർ അങ്ങോട്ട് ആയിട്ടാ. 850 കിലോമീറ്റർ ആയി. ഇവിടെ നിന്ന് ഞാൻ വീട്ടിലേക്ക് ഇടുമ്പോൾ 850 കിലോമീറ്ററാണ് കേട്ടോ കിലോമീറ്റർ കാണുന്നത്. 850 കിലോമീറ്റർ ചവിട്ടിയിട്ടും ഒരു ഇഷ്യൂ പോലും പറ്റിയിട്ടില്ല. അപ്പോൾ സാധനം നോക്കാം എങ്ങനെയാവും എന്നുള്ളത്. എയർ അടിച്ച് നോക്കി നോക്കാം, എന്നിട്ട് നമുക്ക് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പയ്യെ നമുക്ക് കാലത്തത്തെ ഇന്നത്തെ അഡ്വഞ്ചർ യാത്ര ആരംഭിക്കാം കേട്ടോ, കാശ്മീരിലോട്ട്. ഞാനങ്ങനെ പകുതി സാധനങ്ങളെല്ലാം കയറ്റി വെച്ചു കേട്ടോ. എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം എടുത്തു, എയർ അടിച്ചു, എയർ ഫുള്ളായി. ഒരു ദിവസം ഫുൾ ഡേ ആണ് നിൽക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കരുതുന്നത് ഇപ്പോൾ ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇപ്പം തന്നെ എന്തുകൊണ്ട് ചെയ്തുകൂടാ, ടയർ ഊരിയിട്ട് വേറെ സ്പെയർ ട്യൂബ് ഇട്ടിട്ട് നല്ലതായിട്ട് ഓടിച്ചുകൂടെ. കാരണം ഇപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, ഇവിടെ സമാധാനമായിട്ട് ചെയ്യാനും പറ്റും. എന്തായാലും ഇന്ന് കുറേ കിലോമീറ്റർ 100 കിലോമീറ്റർ ഒന്നും ചവിട്ടാൻ ഉദ്ദേശിക്കണമില്ല. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി അതല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ചെയ്താലോ എന്ന്. കാരണം പോണ വഴിയിൽ വല്ല ദാബി ഉണ്ടെങ്കിൽ പഞ്ചർ നമുക്ക് അവിടെ ഒട്ടിക്കാം, അതല്ല കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സമാധാനമായിട്ട് ചെയ്യാം. മറ്റേത് ആൾക്കാർ എവിടെ നിന്നൊക്കെ എന്തൊക്കെ ചൂണ്ടിക്കൊണ്ടുപോകാമെന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ. ഇവിടെ ആകുമ്പോൾ അധികം ആൾക്കാരും ഇല്ല. നമുക്ക് പഞ്ചർ ദാബയിൽ ചെന്നിട്ട് ഒട്ടിക്കാം, പഞ്ചർ ലോറിയുടെ അടയ്ക്കണ സ്ഥലത്ത് അടയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഊരിയിട്ട് നമുക്ക് സാധനം നമുക്ക് ടയർ മാറ്റിയിടാം. കാരണം ഇപ്പോൾ ഞാൻ ലഗേജ് ഒന്നും വെച്ചിട്ടില്ല, ടെൻറ്റ് വെച്ചിട്ടില്ല, അതുപോലെ തന്നെ ബാക്കിലത്തെ ബാഗൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ആലോചിക്കണത് ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇനി വീണ്ടും ഊരാൻ നിൽക്കണ്ടേ പകുതി എത്തുമ്പോൾ. അതിനെക്കാട്ടും വേഗം ഇപ്പോൾ തന്നെ എയർ കളഞ്ഞിട്ട് ചെയ്യണതാണെന്ന് തോന്നിയിട്ടാ. അപ്പോൾ ഞാൻ ഇപ്പോൾ എയർ കളയാം ഗൈസ്. എയർ കളഞ്ഞിട്ട് നമുക്ക് ടയർ മാറ്റിയിടാം കേട്ടോ. സാധനം നമ്മൾ ടയർ ഊരിയിട്ടുണ്ട്. ഇതിൻ്റെ പഞ്ചർ ഞാൻ എവിടെയാണെന്ന് കാട്ടിത്തരാം കേട്ടോ. നോക്കിയേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ ഇതാണ് പഞ്ചർ കേട്ടോ. ചെറിയൊരു ഓട്ടയുണ്ടെന്ന് പറഞ്ഞില്ലേ. സോ ഇതാണ് ആ സാധനം, പഞ്ചർ നമുക്ക് കിട്ടിയത്. ടയറിൻ്റെ ഉള്ളിൽ കൂടെ കയറിയത് കേട്ടോ. ഇത് കണ്ടോ, തുറച്ച് നിൽക്കണത് കണ്ടോ, ഇതാണ് പഞ്ചർ. ഇതിനെ സൂചി പഞ്ചർ അല്ലെങ്കിൽ സ്നേക്ക് ബൈറ്റ് എന്നൊക്കെ പറയൂ കേട്ടോ. എനിക്ക് തോന്നുന്നത് സ്നേക്ക് ബൈറ്റ് എന്നാണ് ഞാൻ പറയാറ്. സൂചി പഞ്ചർ എന്നൊക്കെ പറയൂ കേട്ടോ. ഇതിനെ ചെറിയൊരു സാധനം, ചെറുത് കാണാനൊന്നുമില്ല. കൈ കൊണ്ട് ഇങ്ങനെ തടവി നോക്കുമ്പോൾ 2 വട്ടം നോക്കുമ്പോൾ ആ ഒരു ഇത് കിട്ടും കേട്ടോ. അപ്പോൾ ചെറിയൊരു സ്നേക്ക് ബൈറ്റാണ് കിട്ടിയെടുക്കുന്നത് കേട്ടോ. ചെറുത്, വളരെ ചെറുത്.
छोटा पंच वो हम बोला स्नेक बाइट पंचर। स्नेक बाइट, स्नेक का टीथ, स्नेक इसके सामने सामान वो ചോട്ടാ പഞ്ചർ. ഇതാണ് സാധനം കേട്ടോ എൻ്റെ പൊന്നെ. മറ്റേ സ്നേക്ക് ടീത്ത് സ്നേക്ക് ടീത്ത് അതുപോലെ ഇല്ലേ, ഇതാണ് സാധനം. സോ പഞ്ചർ കിട്ടി. നെയിൽ കട്ടർ എടുത്തോടുത്ത് കണ്ടേനെ. വീട്ടിൽ അതാണ് പറയണത്, എടുത്ത സാധനങ്ങൾ എടുത്തോടുത്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ ഓരോ പാഠങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുക. എടുത്ത സാധനം എടുത്തോടുത്ത് വെച്ചില്ലെങ്കിൽ കിടന്ന് തപ്പേണ്ടി വരും. നെയിൽ കട്ടർ കാണാനില്ല, കൈ കൊണ്ട് കുത്തിയെടുക്കേണ്ടി വന്നു ആ സാധനം. അപ്പോൾ ആ സ്നേക്ക് ബൈറ്റ് പഞ്ചർ എടുത്തു കളഞ്ഞു. ഇനി ട്യൂബ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്യൂബ് സൈസൊക്കെ കറക്റ്റാണോ? നാണക്കേടാ, 5-8 കൊല്ലമായി സൈക്കിൾ ഓട്ടാൻ തുടങ്ങിയിട്ട്. അതെ 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 റാൾസൻ്റെ ട്യൂബ് കേട്ടോ. ആ ട്യൂബ് നമുക്ക് പഞ്ചർ അടയ്ക്കണം. ഭയ്യ ഇधर दाबा है इधर पंचर डालने के लिए, फिक्स करने के लिए पंचर मालूम नहीं हुआ. बीजापुर में यहाँ से 10 किलोमीटर हो जाएगा, 10-15 किलोमीटर वहाँ कर देगा. हाँ बीजापुर बड़ा टाउन है. हाँ बड़ा सिटी है. कंट्री. हाँ बड़ा कंट्री है. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ കേരള ടു കാശ്മീർ യാത്ര ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. കാലത്ത് ചെറിയ പഞ്ചറും കാര്യങ്ങളൊക്കെ കിട്ടി. കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരമണിക്കൂർ മുന്നിട്ടാ. ഇപ്പോൾ സമയം ഏകദേശം 8 മണി 8:30 കഴിഞ്ഞു കേട്ടോ. 8:30 കഴിഞ്ഞിട്ടുണ്ട്. 25 കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് വിജയ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. 25 കിലോമീറ്റർ, വലിയൊരു ടൗൺ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും കാലത്ത് അവിടെ തന്നെ വെച്ച് ചെയ്തത്, കാലത്ത് തന്നെ ഒരു നെഗറ്റീവ് ഒരു ഇതായിരുന്നു, പഞ്ചറും കാര്യങ്ങളൊക്കെ, ആ സ്നേക്ക് ബൈറ്റ് കിട്ടിയത്. പക്ഷേ ഒരു കോയിന് 2 പുറമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ കാലത്ത് അവിടെ വെച്ച് ചെയ്തത് നന്നായി. എൻ്റെ ഐഫോൺ ചാർജായി, അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ വേറൊരു ഫോൺ ഉണ്ടായിരുന്നു. എൻ്റെ 2 ഫോണും ഫുൾ ചാർജായി, പവർ ബാങ്കും ഫുൾ ചാർജായി. അത് നല്ലൊരു കാര്യമല്ലേ? അപ്പോൾ ഒരു കോയിന് 2 പുറമുണ്ടെന്ന് പറയുന്നത് പോലെ ലൈക്ക് നല്ലതുമുണ്ട് പൊട്ടയുണ്ട്. നമ്മളാ നല്ലത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ മതി. അല്ലെങ്കിൽ കാലത്ത് തന്നെ മൂഡ് ഓഫ് ആയിട്ട് പഞ്ചർ കിട്ടി ഇനിയിപ്പോൾ എപ്പോൾ എത്താനൊക്കെ തോന്നാണ് ഇത്. പക്ഷേ എനിക്ക് ഇനി നിർത്തേണ്ട ആവശ്യമില്ല. ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കാൻ മാത്രം നിർത്തിയാൽ മതി. ചാർജ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കൊരു ഹോട്ടലിൽ നിർത്തേണ്ട. ഫുഡ് കഴിക്കുമ്പോൾ 1 മണിക്കൂർ അവിടെ ഇരിക്കുന്നൊരു സംഭവമുണ്ട്. അത് വേണ്ട. അപ്പോൾ ഭാഗ്യമായില്ലേ, ഇത് നന്നായില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ വിജയ്പൂർ ബിയും ഉണ്ട് വിയും ഉണ്ട് കേട്ടോ. 2 ഇടുന്നുണ്ട്. ബിജാപൂർന്നുണ്ട് വിജയ്പൂർന്നുണ്ട്. 2 സ്ഥലമുണ്ട്. എന്തായാലും അവിടെ ബോർഡ് എത്തുമ്പോൾ നോക്കാം, കൃത്യമായിട്ട് വായിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഇന്ന് രാത്രിയോട് കൂടി മഹാരാഷ്ട്ര കയറും കേട്ടോ. നമ്മൾ കർണാടക ഏകദേശം തീർന്നു തുടങ്ങി. ഫ്രണ്ടിലത്തെ ഡിസ്ക് പൊടി കയറിയിട്ടുണ്ട് കേട്ടോ. മറ്റേ കരകര സൗണ്ട് വരുന്നുണ്ട്. ഓ അവിടെ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുണ്ട് കേട്ടോ. ഇവിടെ റിലയൻസ് ജിയോൻ്റെ ഒരു പമ്പുണ്ട്. ജിയോൻ്റെയും ഇന്ത്യൻ ഓയിലിൻ്റെയും കിടിലനാട്ടോ പമ്പുകൾ. നല്ല സപ്പോർട്ടീവാണ്. ഇതുവരെ യാത്ര ചെയ്തതിൽ 10-15 ദിവസമായി ഇപ്പോൾ യാത്ര ചെയ്തതിലുള്ള അഭിപ്രായത്തിൽ കേട്ടോ. ഇന്ത്യൻ ഓയിൽ, അതുപോലെ തന്നെ ഇപ്പുറത്ത് എൻ്റെ മോനെ ഇത് വലിയ പമ്പാണല്ലോ, റിലയൻസ് ജിയോൻ്റെ പമ്പ് കേട്ടോ. ഓ അവിടെ ഫുഡിൻ്റെ ഇതും ഉണ്ടോ, കൗണ്ടറും ഉണ്ടോ അറിയില്ല. അവിടെ ഒരു A1 എന്നങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ ബാത്റൂമുകളും ഉണ്ടാവും കേട്ടോ. പക്ഷേ ബാത്റൂമുകൾ, പബ്ലിക് ടോയ്ലറ്റുകളുണ്ടാവും. അതൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഒരെണ്ണം നോക്കിയപ്പോൾ കൂടുതലും പൂട്ടിക്കിടക്കുന്നതാണ് കണ്ടത്. അങ്ങനെയൊന്നും തുറന്ന് പ്രവർത്തിക്കുന്നത് കണ്ടില്ല കേട്ടോ. ഇവിടെ ബാത്റൂമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു 500 മീറ്ററോടെ പോയി കഴിഞ്ഞാൽ ഒരു ടോൾ പ്ലാസ എത്തും. അതിന് ശേഷമാണ് നമ്മുടെ സിറ്റിയിലേക്ക് കിടക്കണേന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കൂടുതലും നമ്മുടെ നാട്ടിലൊക്കെ സുസുക്കിയുടെ ഷോറൂം, അല്ലെങ്കിൽ വോൾവോ, BMW, പിന്നെ ടൊയോട്ട, അങ്ങനത്തെ ഷോറൂമുകളല്ല കാണാം. ഇവിടെ കൂടുതലും ഹിറ്റാച്ചി, JCB, ട്രാക്ടർ, അങ്ങനെയാണ് കേട്ടോ ഫുള്ള്. ഇതാ അവിടെ ഒരു ഇത് കാണാം. ഫുള്ള് കൂടുതലേ അങ്ങനത്തെ ഇതുകളാണ് കാണുന്നത്. കാറുകളും ബസ്സുകളും ലോറിയൊക്കെ ഈ വഴി, ഓട്ടോറിക്ഷയും ബൈക്കും സൈക്കിളൊക്കെ ഈ സൈഡിൽ കൂടെയാണ് കേട്ടോ. ഒരു വട്ടം അതിൽ കൂടെ പോയിട്ട് എല്ലാവരും കൂടി തടഞ്ഞു തന്നെ. ഫാസ്ടാഗ് ഇത് എല്ലാം ഇപ്പുറത്തെ സൈഡിൽ ഒരു വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോരോ നാട്ടിൽ ഓരോരോ രീതികളും ഓരോരോ നിയമങ്ങളും. ഇനിയിപ്പോൾ അങ്ങോട്ട് എങ്ങനെയാണാവോ. സിറ്റി എടുത്തു. ഇത് മിക്കതും എഴുതിയിരിക്കുന്നത് വെൽക്കം ടു വിജയ്പുര എന്നായിരിക്കും കേട്ടോ. ആ ബോർഡ്
പറഞ്ഞ് തീർന്നില്ല. കിയയുടെ ഷോറൂമൊക്കെ ഉണ്ടല്ലോ ഇവിടെ. കിയയുടെ ഷോറൂം ഒന്നുണ്ട്. അത് വണ്ടി ഒന്നുമില്ലല്ലോ. ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ലൊക്കേഷൻ. സിറ്റിയിലേക്ക് എത്തണമെന്ന് പറഞ്ഞില്ലേ. ഇതെന്താ വായിക്കാന്ന് നിങ്ങൾ വിജയ്പൂർ എന്നാണോ വിജയാപൂർ എന്നാണോ എന്താണെന്നുള്ളത് എന്നോട് ഒരാൾ പറഞ്ഞ് വിജയ്പൂർ എന്നാണ് പറയാമെന്ന് കേട്ടോ. ഞാൻ വിജയാപൂർ എന്നാണ് വായിച്ചത്. നമ്മളങ്ങനെ ഒരു സിറ്റിയിലേക്ക് കിടന്നു കേട്ടോ. ഏകദേശം കുറച്ച് ഇതായിട്ടുണ്ട്. ഹംപി കഴിഞ്ഞിട്ടൊരു നല്ലൊരു സിറ്റിയിലേക്ക് കിടക്കണത് ഇപ്പോഴാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും സിറ്റിയിലേക്ക് ഒന്ന് പോയി നോക്കി നോക്കാം കേട്ടോ. അവരെ തലേമ കിണ്ണിട്ട് വിട്ടു കേട്ടോ. തലേമ കിണ്ണ എൻ്റെ മോനെ. നാട്ടിലൊക്കെ അടിക്കും ഇത്. ഇവിടെ സൈഡ് തന്നില്ല. എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല. തലേമ അടിച്ചു വിടുന്നത് ചെക്കനെ. എൻ്റെ പൊന്നെ അടിപൊളി കേട്ടോ. നൈസായിട്ട് തലേമ. നമ്മളവിടെ ഓവർടേക്ക് ചെയ്തിട്ട് തലേമ ഒന്നും അടിക്കുക അങ്ങനെയൊന്നുമില്ലല്ലോ. ഇവിടെ സിമ്പിളായിട്ട് തലേമ അടിച്ചു വിട്ടു അവൻ്റെ പാവം ചെക്കൻ. അവനും കിടന്ന് ഉഴിയുണ്ട് അവിടെ. ഒന്നും അറിയാത്തവണ് അവിടെ ഇരിക്കുന്നു. ഇത് ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. നമ്മുടെ അവിടെ അങ്ങനെ വലിയ കെട്ടിടം പോലെ ഒന്നല്ല, ചെറിയൊരു സെറ്റപ്പാണ്. പക്ഷേ ഹോസ്പിറ്റലാണ് കേട്ടോ. അത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഈയിടെയായിട്ട് ഞാൻ കാണുന്നൊരു കാഴ്ചയാണ്. ചെറിയൊരു കെട്ടിടമായിരിക്കും. നമ്മൾ വിചാരിക്കും മെഡിക്കൽ ഷോപ്പാണ്. ഇത് മെഡിക്കൽ ഷോപ്പാണ്. ഇതിനെക്കാട്ടും ഇതിനെക്കാട്ടും കുറച്ചുകൂടി വലിപ്പം ഉണ്ടാവും കേട്ടോ. അത്രേ ഉള്ളൂ ഇവിടെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ. ആ फोटो എടുക്കാൻ क्या बोले वो सिटी में कितना है क्यों है देखने के लिए? उधर आपको इब्राहिम रोजा मिलेगा, गोल गुम्बद मिलेगा तुम्हारे को। हाँ फेमस किधर है? फेमस है गोल गुम्बद। वो मैं बाईपास पे गए तो गुम्बद लगता है। हाँ लगता है। हाँ ओके। वो क्या है? वो बिल्डिंग गुम्बद है। गोल गुम्बद है बड़ा बिल्डिंग। वो बिल्डिंग और बिल्डिंग नहीं, पहले जमाने का है वो, पत्थर का है। गूगल में वो क्या इधर സ്ഥലം क्या गोल गुम्बद करके मारो। गोल गुम्बद गोल गोल गुम्बद। हाँ गोल गुम्बद। हाँ इधर है। वो मुस्लिम ओके मोस्क। हाँ ओके 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 ഇവിടെ ഒരു സ്ഥലമാണ് കേട്ടോ. गोल गुम्बद। बाद में इब्राहिम रोजा का था। हाँ इधर पे आता ये बाईपास पे गए ना तो गुम्बद उधर पूरा दिखता तुम्हारे को। वो गोल गुम्बद रूट उधर से भी आता है, इधर से भी आता सिटी में से। सिटी में स्ट्रेट। हाँ स्ट्रेट जाओ, किसे बोलो बता दो तुम्हारे को। ओके ओके जाकर लेफ्ट रहो, जुम्मा मस्जिद आता है। उधर पे जाओ, उधर भी गुम्बद है देखने। एंट्री ऑल एंट्री है 25 रुपए। 25 रुपए। ओके ओके ठीक है भैया, थैंक यू। कितने दिनों आप ये केरला से आने का? 15 इधर कश्मीर जाने के लिए या 2 हफ्ता में आएगा। ये पड़ रहा उधर। हाँ शबनम पड़ रहा उधर। शबनम ये क्या बोलते हो, बर्फ गिर रहा उधर। बर्फ मीन क्या बोलते हैं, स्मोक हो रहा उधर। स्मोक। हाँ कश्मीर। हाँ स्नो हाँ हो रहा है। हाँ स्नो है हाँ स्नो। ओके ठीक है भैया, താങ്ക് യു. അതന്നെ ഞാൻ സിറ്റി കൂടെ പോകാമെന്ന് പറഞ്ഞ കേട്ടാ. ആൾക്കാരൊക്കെ നിർത്തി ചോദിക്കും കുറച്ച് സ്ഥലങ്ങൾ വല്ലതും കൂടി ഉണ്ടെങ്കിൽ അതും ചെയ്യാം. ഗോൾ ഗുമ്മാസ് എന്ന് പറഞ്ഞിട്ട് എന്താണെന്നുള്ള അവിടെ പോകുമ്പോൾ അറിയാം. സിറ്റി കൂടെയും പോകാം, ബൈപ്പാസിൽ കൂടെയും പോകാം. പിന്നെ എന്നിട്ടാ കാശ്മീർ മഞ്ഞുണ്ടോന്ന് പിന്നെ എന്നിട്ട് കുറച്ച് മനസ്സിലാവും കേട്ടോ. ലൈക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഫ്ലുവൻ്റായിട്ട് പറയാനും മനസ്സിലാക്കാനും പറ്റില്ല. എന്നാലും എവിടെ പോയാലും ഞാൻ രക്ഷപ്പെടും, അത് മനസ്സിലാക്കിയാൽ മതി. ഭാഷയൊന്നൊരു പ്രശ്നമല്ല. അപ്പോൾ നമുക്ക് ആള് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാട്ടോ. പേര് വല്ലതും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാവുമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ആരാന്നൊരു പിടിയോട് കിട്ടണില്ല. എല്ലാ സിറ്റിയുടെയും നടുവിൽ ഈ സാധനം പ്രതിമയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഏതോ ഒരു രാജാവ് ആരെങ്കിലൊക്കെ ആയിരിക്കും കേട്ടോ. ചേട്ടാ മുഖം പരിചയം അങ്ങോട്ട് കിട്ടണില്ല. മുഖം പരിചയം ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയാനേ, പക്ഷെ ഒരു മുഖപരിചയം കിട്ടണില്ല. എല്ലാ സിറ്റിയുടെയും നടുവിലുണ്ടാവും കേട്ടോ ഇതിങ്ങനൊരു സാധനം. ഭയ്യോ കോനെ നിനക്കും അറിയില്ലേ എടുക്കാനാണല്ലോ. ഗൈസ് വഴി നല്ല മോശാട്ടോ. സിറ്റിയുടെ ഔട്ട്സ്കേർട്സിലേക്ക് വന്നു, ടൗണിൽ നിന്നൊക്കെ നീങ്ങിട്ടോ.
റൂട്ടൊന്ന് നോക്കണം, വഴി നല്ല മോശമാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളല്ല, ഞാനിവിടെ എത്തിയ സെക്യൂരിറ്റിക്കാരൻ്റെ റൂമിൽ നമ്മൾ വെച്ചു കൂട്ടാ നമ്മുടെ സൈക്കിളും ബാക്കി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഇവിടെ ടിക്കറ്റ് കൗണ്ടറും ക്ലോക്ക് റൂമും ഉണ്ട്. 20 രൂപ ആസ് യൂഷ്വൽ. ഞാൻ സ്കാൻ ചെയ്തിട്ട് ഇൻസ്റ്റൻറ്റ് സാധനം QR കോഡ് ബുക്ക് ചെയ്തിട്ട് സാധനം എടുത്തു, ടിക്കറ്റ് കിട്ടി. ഇത് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കാണാൻ വേണ്ടി പോകാനാണ് കേട്ടോ. കുറേ ആൾക്കാർ വന്ന് പരിചയപ്പെട്ടു, ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. ഒരു ഡോക്ടറൊക്കെ പരിചയപ്പെട്ടു കേട്ടോ. സൈക്കിൾ അവിടെ ഇരിക്കുന്നുണ്ട്, അവിടെ നമ്മുടെ സെക്യൂരിറ്റിക്കാരൻ്റെ റൂമിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് എൻട്രി ചെയ്തിട്ടുള്ളൂ കേട്ടോ. വേഗം നടക്കണം, കാരണം എനിക്കങ്ങനെ സൈക്കിൾ അവിടെ വെച്ച് സെക്യൂരിറ്റിക്കാരൻ്റെ റൂമിലാണെങ്കിലും എനിക്കങ്ങോട്ട് ധൈര്യം അത്ര പോരാട്ടോ, അതിനുള്ള ധൈര്യം ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നോക്കിയോളാം, വെള്ളം കുപ്പി സാധനങ്ങളൊക്കെ എടുത്തോ, കയ്യിൽ പിടിച്ചോ, പേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചോ, സൈക്കിളും ഇതും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയോളാം. ഹെൽമെറ്റ് അടക്കം അവിടെ ഊരി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എന്തൊക്കെയുള്ളതെന്ന് നോക്കട്ടെ. ഒരു ഗാലറിയാണ്, ഒരു ടോംബാണ് കേട്ടോ, ഒരു മുസ്ലിം ആർക്കിടെക്റ്റ് ആ ഒരു രീതിയിൽ പണിതിട്ടുള്ള ഒരു ഇതാണ്. നോക്കി നോക്കാം. ആർക്കിയോളജി മ്യൂസിയം വിജയ്പൂര എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിയമാണ് ഇത് വരുന്നത് കേട്ടോ. നമുക്ക് മ്യൂസിയത്തിലേക്കുള്ള ടിക്കറ്റ് അല്ല എടുത്തിരിക്കുന്നത്, നമ്മൾ അവിടെ എടുത്തിരിക്കുന്ന ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ 5 രൂപ വേറെയാണ് കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്നത് എൻ്റെ മോനെ ഇവിടേക്കുള്ളതാണ് കേട്ടോ. ഇതിനെ വേറെ എന്താ പറയും, ഗുൽമർഗ എന്തൊരു സാധനം പേര് പറഞ്ഞു കേട്ടോ ആൾ. ഇങ്ങോട്ടേക്കുള്ള ടിക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. മ്യൂസിയം, ഇതിൻ്റെ ഫ്രണ്ടിൽ മ്യൂസിയം, ഇതിൻ്റെ ബാക്കിലാണ് ആളുടെ ഇതും കാര്യങ്ങളൊക്കെ വരണത്. ഓ മോനെ എന്താ ഫ്രെയിം നോക്ക്, രക്ഷയില്ല, പൊളിച്ച് ഗൈസ്. ഇതാണ് കേട്ടോ ഗോൾ ഗുംബസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലത്തെ ആ ഒരു റൗണ്ട് ഗോളത്തിനെയാണ് പറയണത് കേട്ടോ. ഗോൾ ഗുംബസ്, റൗണ്ട് ഡോം ഉണ്ട് അതിൻ്റെ മേലെ, അതിനാണ് പറയണത്. ഇത് 7ാമത്തെ സുൽത്താൻ ആദിൽ ഷായി ഡൈനസ്റ്റി, മുഹമ്മദ് ആദിൽ ഷാ ആളുടെ ഒരു ഇതാണ് വരുന്നത് കേട്ടോ, മോണ്യുമെൻ്റ് ആണ് വരുന്നത്. ഓക്കെ ഇല്ല ഫോട്ടോ ഇത് ഓക്കെ. ആ സൈഡിലേക്ക് ഒന്ന് നീങ്ങിപ്പോയി, അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല തോന്നുന്നു. അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആൾ പിടിച്ച് മാറ്റി, അതാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു സുൽത്താൻ്റെ സ്ഥലം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇതെന്തൊരു സംഭവം, ഇത് ചെറിയൊരു കുഴി, ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് എന്തൊരു ഇത് കേട്ടോ. ഇതിൻ്റെ ഒന്നും എഴുതി വെച്ചിട്ടും കാര്യമൊന്നുമില്ല, പക്ഷേ കുറേ ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കുറേ ഫോറിനേഴ്സും ഇതൊക്കെ ഉണ്ട്. ചെരുപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഊരണം കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു രഹസ്യം പോലും പറയാൻ പറ്റാത്തൊരു സ്ഥലമുണ്ട് കേട്ടോ. എൻ്റെ മോനെ ഇതർസേ, എൻ്റെ ദൈവമേ നോക്കിയേ ഇതിൻ്റെ ഉള്ളിൽ. ഓ എന്ത് വലിയ സ്ഥലമാണ് നോക്കിയേ, എൻ്റെ അമ്മേ. ആൾക്കാർ കുറേ ഓളിടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാ. ദൈവമേ, ഇത് എന്തിൻ്റെ ഉള്ളിൽ കൂടെയാ പോണേ? വിസ്പറിങ് ഗാലറി, വേ ടു വിസ്പറിങ് ഗാലറി കേട്ടോ. ഈ വിസ്പറിങ് ഗാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരു രഹസ്യം പോലും പറയാൻ പറ്റില്ല കേട്ടോ. അതുപോലത്തെ ഒരു എന്നിട്ടത് ഞാൻ കൂട്ടിൽ പെട്ടാ ഒരു സ്പെഷ്യൽ സ്ഥലം. ചേട്ടാ ഇതെങ്ങനെ ഇതിൻ്റെ വിസ്പറിങ് ഗാലറി മേലോട്ട് എങ്ങനെ മേലോട്ട് കയറാനുള്ള വഴി അതിൻ്റെ മേലേക്ക് കയറാട്ടാ. നോക്കി എൻ്റെ ദൈവം എന്തൊരു ഹൈറ്റ് നോക്കി, കണ്ണെത്താ ദൂരത്ത് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. പക്ഷെ ഇത് എവിടെ വഴി വരണേന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ ചേട്ടാ. ചേട്ടാ വേ ടു വിസ്പറിങ് ഗാലറി, പ്ലീസ് ഡു നോട്ട് സ്പീക്ക് ഹിയർ. എൻ്റെ പൊന്ന് നോക്കിയേ, നമ്മൾ വന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ. ഇത് നമ്മുടെ സൂവിൻ്റെ ഉള്ളിലൊക്കെ പോകുന്നത് പോലെ ഈ വഴി ഞാൻ കണ്ടില്ല കേട്ടോ. ഇതിൽ കൂടെ പോയിട്ട് നോക്കിയേ, എൻ്റെ പൊന്ന്. ഇത് രക്ഷയില്ല കേട്ടോ. ചാർമിനാർ, ഹൈദരാബാദ് ചാർമിനാറിൻ്റെ ഉള്ളിലൊക്കെ കയറുന്നൊരു ഫീല്. എൻ്റെ അമ്മേ, ഓഫ്. ഇത് പെട്ടെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഇത് മാത്രം കേട്ടോ, ഒരു ഐഡിയയും കിട്ടില്ല. പക്ഷെ ഇതിനോട് ചേർന്നിട്ട് ഇതിൻ്റെ മേലേക്ക് വഴിയുണ്ട്.
എൻ്റെ ഒരു ഒരു ദുരൂഹത നിറഞ്ഞ സ്ഥലത്തേക്കൊക്കെ പോകുന്നത് പോലെ. എൻ്റെ അമ്മേ, ഓ ഇത് കുറച്ചുണ്ട് കേട്ടോ, എളുപ്പമില്ല. 2ാം നില, ഇനി 3ാം നിലയിലേക്ക്. ഇതുപോലെ അമ്മേ 6 നിലയുണ്ട് കേട്ടാ. കയറട്ടെ. എൻ്റെ അമ്മേ, ഇതൊരു രക്ഷയില്ല കേട്ടാ, അടിപൊളി. സുൽത്താനെ സംഭവിച്ചിരിക്കുന്നു. പക്ഷെ എൻ്റെ പിന്നെ നമ്മൾ അടിയിൽ നിന്ന് കയറി വന്നു കേട്ടോ. അടിയിൽ നിന്ന് കയറി വന്ന് നോക്കിയേ, വിജാപൂർ സിറ്റി ഫുള്ള് കാണാം കേട്ടോ, ഫുള്ള് സിറ്റി കാണാം, അടിപൊളി. ഇനി വിസ്പറിങ് സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകണമെന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മ വിളിച്ച് ഗൈസ്, ഇവിടുത്തെ ഇടനാഴികളൊക്കെ നോക്കി ഒരാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. എൻ്റെ പൊന്നെ, അടിപൊളി. നോക്കി, ഇത് വേൾഡ് 2nd ലാർജസ്റ്റ് ഡോമാണ് കേട്ടോ. വേൾഡ് 2nd ആണ് കേട്ടോ, 2ാമത്തെ ഡോമാണ് വരുന്നത്. ഇത്രയും വലിയൊരു ഡോം വേൾഡിലെ. എൻ്റെ പൊന്നെ, ഇടനാഴിയിൽ കൂടിയിട്ടാ ജസ്റ്റ് ഒരാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ കൂടെ. എൻ്റെ ദൈവമേ, എൻ്റെ പൊന്നെ ഗൈസ്, നിങ്ങൾക്ക് അതിന്റെ ഭീകരത എന്തോരുണ്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ. അടിപൊളി. എനിക്ക് ഹൈറ്റ് കുറച്ച് പേര് കേട്ടോ, നോക്കിയേ. എൻ്റെ പൊന്നെ, അടിപൊളി കേട്ടോ. അടിപൊളി അടിപൊളി, പൊളിച്ചിട്ടാ. കൈ കൊട്ടിയാലും എന്ത് സൗണ്ട് ഉണ്ടാക്കിയാലും അത് എക്കോ ആയിട്ട് പ്രതിധ്വനിച്ച് ഉള്ളിൽ കൂടെ എക്കോ ആയിട്ട് അങ്ങനത്തെ ഒരു അക്യൂസ്റ്റിക്കിലാണ് ഈ സാധനം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേൾഡിലെ 2nd ലാർജസ്റ്റ് ഡോമാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ ഭയങ്കര വലിയൊരു ഭീകരത, ഭയങ്കര ഒരു ഞാൻ ഇങ്ങനത്തെ കാഴ്ചകൾ കാണാത്ത കാരണം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഇത് കാണണം കേട്ടോ. വലിയൊരു ഡോം, 2nd ലാർജസ്റ്റ് ഡോം എന്ന് പറയുമ്പോൾ അവൾ കൂവി. എൻ്റെ ദൈവമേ, അടിപൊളി. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഈ ഒരു വഴിയിലുണ്ടോ, ഒരാൾക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് സംസാരിക്കുമ്പോൾ വേറൊരു സൗണ്ട് കേട്ടോ, വേറെ സൗണ്ട് പോലെ. അവിടെ ഭയങ്കര എക്കോ. അത് ഒരു മുസ്ലിം ആർക്കിടെക്ചർ ആ ഒരു രീതിയിലാണ് പണിതിരിക്കണേ. ഡോമും വലിയ വലിയ ഡോമൊക്കെ ആയിട്ട് കൊള്ളാട്ടോ, അടിപൊളി. എന്തായാലും ഏഷ്യയിലത്തെ ഏറ്റവും വലിയ ഡോം, വേൾഡിലെ തന്നെ 2nd ലാർജസ്റ്റ് ഡോം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡോം, അങ്ങനെ കുറേ സവിശേഷതകളുള്ള ഒരു ഇതാണ് കേട്ടോ. മുഹമ്മദ് അലി ഷാൻ്റെ നിർമ്മിച്ച ഒരു ഇതാണ്. കൊള്ളാം, എന്തായാലും വലിയൊരു സംഭവം കേട്ടോ. എന്തായാലും ഇതിൻ്റെ എനിക്ക് ആ ഇടവഴിയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് അതിനെ നമുക്ക് ഒരാൾക്ക് കിടക്കാൻ പറ്റുന്ന ഒരു ഇതുള്ളൂ കേട്ടോ. ഞാൻ വഴികൾ എനിക്ക് മനസ്സിലാവണില്ല, ഇവിടെ ഇങ്ങനൊരു വഴി ഉണ്ട് എന്നുള്ളതൊരു ഇതെനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. അത് ഭയങ്കരമായിട്ട് എന്നെ ഭയങ്കര ഇതായി കേട്ടോ, ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അപ്പോൾ നമ്മുടെ ആദിൽ ഷാ ഡൈനസ്റ്റിയുടെ സ്ഥലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത വേറൊരു വഴി കാട്ടി തരാം കേട്ടോ. നമ്മൾ വന്നത് ഇങ്ങനെ ഒരു ചെറിയൊരു ഡോം. ആർക്കിടെക്റ്റ് അങ്ങനെയാണ് കേട്ടോ, മുസ്ലിം ആ ഒരു ഇതിലാണ് ഡോമുകളൊക്കെ ആയിട്ട്. ഇതാണ് കേട്ടോ ചെറിയൊരു ഇടവഴി. നമുക്കത് വഴിയാണെന്നും കൂടി മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ അതിൻ്റെ വഴി ഉണ്ടാക്കി വെച്ചിരിക്കണേ. എന്തായാലും ഫുഡ് വേസ്റ്റും അങ്ങനത്തെ സംഭവങ്ങളും തുപ്പലും ഇതൊന്നുമില്ല കേട്ടോ. കോറലുണ്ട്, പക്ഷേ എന്നാലും കുറച്ചുകൂടി നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതെന്തായാലും ഭയങ്കര ഇതായി. ഈ ഭാഗം നോക്കി ഇവിടെയും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അടിപൊളി. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. മുഹമ്മദ് ആദിൽ ഷാ നൈസ്. കുറേ ഫോറിനേഴ്സും ഉണ്ട് കേട്ടോ. കർണാടക കറങ്ങാൻ വേണ്ടി മാത്രം വരുന്ന ഫോറിനേഴ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റും സുഹൃത്തുക്കളെ. ഇവിടെ ഒരു സെക്യൂരിറ്റി റൂം ഉണ്ടായിരുന്നു കേട്ടോ. റൂമിൻ്റെ അവിടെയാണ് സൈക്കിൾ വെച്ചത്, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ തന്നെ വിചാരിച്ചു കേട്ടോ. ഇവിടെ നമ്മുടെ ഹെൽമെറ്റും സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് കയറി കേട്ടോ, അല്ലെങ്കിൽ ഞാൻ കയറില്ല. ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഏരിയ അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. സോ ഇനി നമുക്ക് പയ്യെ നീങ്ങാം കേട്ടോ. സമയം ഇന്ന് എത്ര മണിയായി? 11:45. ഇനിയിപ്പോൾ നീങ്ങാനൊന്നുമില്ല, ഇനി റെസ്റ്റ് എടുത്തിട്ട് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സോ എന്തായാലും ഇവിടെ നിന്ന് മൂവ് ചെയ്യാം.
താങ്ക് യു. താങ്ക് യു. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ നല്ല റിവ്യൂ കണ്ടിട്ടുള്ള ഹോട്ടലാണ്, വലിയൊരു ഹോട്ടലാണ്. ചെറുതായിട്ടൊരു മനുഷ്യനല്ലേ ഗൈസ്, ഒരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ ഒരു കൊതി കിട്ടാം. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി ഇവിടുത്തെ സ്റ്റൈൽ കേട്ടോ. ഇവിടുത്തെ മട്ടനാണ് ഇവിടെ മെയിൻ ഫേമസ്, പക്ഷേ ചിക്കൻ മതി, ചിക്കൻ കഴിക്കാനുള്ള ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉച്ചകാലത്തെ ഫുഡാണ്, ഇവിടെ AC ആണ്. അപ്പോൾ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ 250 രൂപയാണ് കേട്ടോ ഒരു ബിരിയാണിക്ക് വരുന്നത്. കുഴപ്പമില്ലാന്ന് വിചാരിക്കും. അപ്പോൾ എൻ്റെ വായിലൊക്കെ വെള്ളം വരുന്നു കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം കുറേ നാളെ എല്ലാ ദിവസവും ഈ ചപ്പാത്തിയും ചപ്പാത്തി ദാൽ കറി അല്ലെങ്കിൽ ഇവിടെ കർണാടകയിലത്തെ ഏതെങ്കിലും ഫുഡ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ഫുഡ് കഴിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ എൻ്റെ ദൈവമേ, എൻ്റെ പൊന്ന് അറിയില്ല, 15 ദിവസം കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എന്തോ ഭയങ്കര ഒരു ഫീല് ഒരു ബിരിയാണി കഴിക്കുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഹെൽമെറ്റും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സോ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. നിങ്ങളും ഭക്ഷണം കഴിക്കുക ഗൈസ്. ഇതാണ് ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് കേട്ടോ. നോക്കി വെച്ചാൽ നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇവിടെ എല്ലാം അത്യാവശ്യത്തിന് നല്ല റെസ്റ്റോറൻറ്റിൽ മറ്റേ കൈ കഴുകാനുള്ള ബൗള് കൊണ്ടുവരും കേട്ടോ. നമ്മൾ അവിടെ തന്നെ ഇരുന്നാൽ മതി. അത് പുതിയൊരു ഇതാണ് കേട്ടോ. നമ്മൾ ഒരു ബൗള് വാഷ് ചെയ്യാൻ വേണ്ടി, കൈ ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗള് കൊണ്ടുവരും. അതിലിട്ട് ഇങ്ങനെ തിരുമ്പിയാൽ മതി ഗൈസ്. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോഴും അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഇതാണ് വിജയ്പുര റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യണ ഒരു ചേട്ടൻ, ഒരു സാറ് ഇപ്പോൾ തന്നെ വന്ന് പരിചയപ്പെട്ടു. ആൾ ഏഷ്യൻ ഗെയിംസിൽ റോഡ് സൈക്ലിങ്ങിൽ ഇത് കിട്ടി, അങ്ങനെ ഇപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇതെടുക്കാൻ മറന്നുപോയി. ആളെ അങ്ങോട്ട് പോയേ, ആ സൈഡിലേക്ക് പോയേ. വിജയ്പുര റെയിൽവേ സ്റ്റേഷൻ റോഡാണ് കേട്ടോ. ഇതിൽ കൂടെ കയറിയിട്ടാണ് നമുക്ക് ഹൈവേയിലേക്ക് കയറണം കേട്ടോ. ഞാൻ പൂനെയാണ് ലൊക്കേഷൻ ഇട്ടിരിക്കണേ. भैया हाईवे जाने हाईवे अदर हाँ इधर हाँ ഓക്കെ കാലത്തൊരു 8:30 ആയപ്പോൾ കയറിയതാണ് കേട്ടോ. 8:30 കയറിയതാ ടൗണിൻ്റെ ഉള്ളിലേക്ക്. 1:30 വരെ ടൗണിൻ്റെ ഉള്ളിൽ കയറി കളിച്ച് ഫുഡും കഴിച്ച് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി. ബാക്ക് ടു ഹൈവേ ഗൈസ്. ഇടയ്ക്ക് ഇതുപോലെ കയറിയില്ലെങ്കിൽ കുറച്ച് മടുപ്പാവും കേട്ടോ. എനിക്ക് പേഴ്സണലി ഒരിത് പറഞ്ഞതാണ്. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ഹൈവേ പൂനെ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. ഡയറക്റ്റ് പൂനെ കേട്ടോ. മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ഡയറക്റ്റ് പൂനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരിക്കലും സ്റ്റോപ്പില്ലാന്ന്. 10-50 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ നിർത്തും, പെട്രോൾ പമ്പിൽ സ്റ്റേ ചെയ്യും. അത് അങ്ങനെ ഉദ്ദേശിച്ചേട്ടാ. ഗൈസ്, ഞാൻ പെട്രോൾ പമ്പിൽ റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞില്ല. ഉച്ചയ്ക്ക് നമ്മൾ റൈഡ് ചെയ്യാറില്ലല്ലോ. അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒരു റിട്ടയേർഡ് പ്രൊഫസർ പ്ലസ് ഇപ്പോഴാ ഒരു ബിസിനസ്സായിട്ടൊരു 16 ലോറി 16 വീലിൻ്റെ വലിയ ലോറി ഉടമയുമായ ഒരു സാറിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. ആളുടെ കാർഡ് തന്നിട്ടാ, രാജ്കുമാർ ബിജാർജി. അപ്പോൾ ആളെ ഫോളോ ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. ഫിനാൻഷ്യൽ അഡ്വൈസർ SBI ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാർഡ് തന്നു. അപ്പോൾ ആൾ കുറച്ച് ബിസിനസ്സും റിട്ടയേർഡ് പ്രൊഫസറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് ചായ കുടിച്ചു. ഇപ്പോൾ പറഞ്ഞു എൻ്റെ ഒപ്പം വായോ, ഇവിടെ വലിയൊരു മന്ദിരമുണ്ട്, പിന്നെ ഇന്ന് രാത്രി വേണമെങ്കിൽ താമസമൊക്കെ റെഡിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആളുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞു. അപ്പോൾ 3 മണിക്ക് ഞാൻ റൈഡ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. താമസം ആൾ ഒരുക്കി തരാണെങ്കിൽ ആളുടെ അടുത്ത് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാ. നോക്കട്ടെ എന്താണ് അപ്ഡേറ്റ് എന്നിട്ട്. അപ്പോൾ ആളുടെ ഒപ്പം ഇങ്ങനെ വീണ്ടും സിറ്റിയുടെ ഏതോ ഒരു ഭാഗത്തേക്ക് പോയോണ്ടിരിക്കുക. എനിക്കറിയില്ല ഏത് ഭാഗമാണ്. ആള് ബൈക്കിൽ മുന്നിൽ പോകുന്നുണ്ട് കേട്ടോ. ತಮ್ಮ ಪ್ರವಾಸವನ್ನು
ಮಹಾರಾಷ್ಟ್ರ ರಾಜ್ಯಕ್ಕೆ ಮುಂದುವರಿಸ್ತಾ ಇದ್ದಾರೆ. ಎಸ್ ಇವರ ಒಂದು ಉದ್ದೇಶ ಯಾರೂ ಡ್ರಗ್ಸನ್ನು ಯೂಸ್ ಮಾಡಬಾರ್ದು, ಎಸ್ ಅವರು ಸಹಿತ ಮದ್ಯವನ್ನು ಸೇವನೆ ಮಾಡಬಾರ್ದು, ದುಶ್ಚಟಗಳಿಗೆ ಬಲಿಯಾಗಬಾರ್ದು ಅಂತೇಳಿ. Yes. ಇವರ ವಯಸ್ಸು ಇವರ ಏಜ್ ಸರ್ ಮೈ ಏಜ್ ಇಸ್ 25. 25 ವರ್ಷದಲ್ಲಿ ಈ ಥರ ಒಂದು ಸೈಕಲ್ ಮೇಲೆ ಜನರಿಗೆ ಜಾಗೃತಿ ಮೂಡಿಸುವಂಥ ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ದೇವರು ಇವರಿಗೆ ಒಳ್ಳೆಯ ಆರೋಗ್ಯ ಭಾಗ್ಯ ಕೊಟ್ಟು ಕಾಪಾಡಲಿ ಅಂತ ಹೇಳಿ ಪರಮ ಪೂಜ್ಯ ಸಿದ್ದೇಶ್ವರ ಮಹಾಸ್ವಾಮಿಗಳಲ್ಲಿ ನಾನು ಕೇಳಿಕೊಳ್ಳುತ್ತೇನೆ. ಓಕೆ, ಥ್ಯಾಂಕ್ ಯು ಸರ್. ನಿಮ್ಮ ಪ್ರಯಾಣ ಸುಖಕರವಾಗಿ ಸಾಗಲಿ. ಓಕೆ, ನಿಮಗೆ ಯಾವುದೇ ರೀತಿ ತೊಂದರೆ ಆಗದಂತೆ ತಾವು ಪ್ರವಾಸನ ಮುಗಿಸಿಕೊಂಡು ಕಾಶ್ಮೀರದಿಂದ ಮರಳಿ ತಮ್ಮ ಕೇರಳಕ್ಕೆ ಮುಟ್ಲಿ ಅಂತೇಳಿ ನಾನು ശുഭ ഹാരൈസ്താ ഇದ್ದೇನೆ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, എന്തായാലും അത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇപ്പോൾ തന്നെ കുറേ സമയം കറങ്ങി. ഞാൻ ടെൻ്റ് അടിച്ചു, അതൊന്നും കാട്ടണമൊന്നുമില്ല. ടെൻ്റ് അടിച്ചു, സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ എന്തായാലും വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നാളെ കാലത്ത് വീണ്ടും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം റൈഡ്. ഇനിയൊരു 100-200 കിലോമീറ്ററാണുള്ളൂ. 2 ദിവസം കൊണ്ടൊക്കെ പൂനെ ചെന്ന് എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു, അറിയില്ല. സോ സ്റ്റേ ട്യൂൺഡ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും അറിയിക്കുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കേരള ടു കാശ്മീർ ഒരു ഇതാണ് ഡേ ഇൻ മൈ ലൈഫ് പോലെ എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. പരിചയപ്പെടുന്ന ആൾക്കാർ, കാണുന്ന കാഴ്ചകൾ, ചെറിയൊരു സീരീസാണ്. വിൻ്റർ എക്സ്പെഡീഷൻ സോളോ ബൈക്ക് പാക്കിംഗ് ട്രിപ്പ് അക്രോസ് ഇന്ത്യ. സോ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. നാളെ 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ.